പറഞ്ഞത് ഈ തിരുവിതാംകൂറുകാർ പുച്ഛമുള്ളവരാന്നാ പറയുന്നത്. നിങ്ങളെ അല്ല പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ പണ്ടത്തെ ചരിത്രം പഠിച്ചപ്പോ ഇങ്ങനെ ഞാൻ പഠിച്ചതാ. പക്ഷെ നിങ്ങളുടെയൊക്കെ മുഖത്ത് നല്ല ചിരിയുണ്ട് കേട്ടോ, നല്ല സന്തോഷമുണ്ട്. ആ വിശപ്പിന്റെ തോന്നുന്നു മുഖത്തറിയാനില്ല. എനിക്ക് തോന്നുന്നു വെള്ളം കുടിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പൊ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഈ പ്രാവശ്യം ദർശനോത്സവം ഇവിടെ നടക്കുമ്പോ മഹാഗുരു പറഞ്ഞ ഒരു വാക്കിന് ഒരു പ്രസക്തിയുണ്ട്. 100 വർഷം കഴിയട്ടെ, അല്ലേ? ഒരു 100 വർഷം കഴിയട്ടെ. എന്തിനു വേണ്ടി? ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാൻ ഗുരു വീണ്ടും അവതരിക്കേണ്ട കാലഘട്ടമായിരിക്കുന്നു എന്ന് പല വേദികളിലും പലരും പറഞ്ഞത് ചെവിയിൽ കേൾക്കാം. സമൂഹം ദുരവസ്ഥയിലേക്ക് വീണ്ടും പോകുമ്പോൾ പലരും പറയുന്നു, ഗുരു വീണ്ടും അവതരിക്കുമോ? അപ്പോഴാണ് ഗുരുവിന്റെ വചനം ഓർക്കേണ്ടത്. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. എപ്രകാരം? അറിവായി പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. ഈ അറിവ് നേടാത്തതാണ് കുഴപ്പം. അതുകൊണ്ട് ഞാനൊരു ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നമ്മളൊക്കെ സംസ്കാരമുള്ളവരാണോ? എന്നാ ചോദിക്കുന്നത്? എന്നാ കുഴപ്പം? ജിമിക്കയില്ലേ, കമ്മലില്ലേ, മാലയില്ലേ, സെറ്റ് മുണ്ട് കൊടുത്തിട്ടില്ലേ, കാറിലല്ലേ വന്നത്? എന്താ സംസ്കാരത്തിനൊരു കുറവ്? മറുപടിയും കൂടെ ഞാൻ തന്നെ പറയാം. ഇന്ന് ഞായറാഴ്ചയാണില്ലേ? ഈ ഞായറാഴ്ചക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ ഇന്നത്തെ ഞായറാഴ്ച? ഈസ്റ്റർ ആണ്. കണ്ടാ, ഈ ഞായറാഴ്ചയുടെ പ്രത്യേകതയാണ്. വേറൊരു പ്രത്യേകത അവർക്കറിയില്ല. ഈ ഞായറാഴ്ചയുടെ പ്രത്യേകതയാണ് ഇന്ന് ഈസ്റ്റർ ആണ്, അല്ലേ? അപ്പൊ മിനിഞ്ഞാന്നത്തെ വെള്ളിയാഴ്ചക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ദുഃഖവെള്ളിയായിരുന്നു, ഇല്ലേ? നിങ്ങൾ ഇംഗ്ലീഷുകാരാണോ മലയാളംകാരാണോ? ഇംഗ്ലീഷുകാർ പറയുന്നത് ഗുഡ് ഫ്രൈഡേ എന്നാണ്. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൂടെ തെറ്റിക്കാതെ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇംഗ്ലീഷേ പറയത്തുള്ളൂ, ഇല്ലേ?